ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം അതല്ലേ, മരിക്കുന്നവരെ മേക്കപ്പ് ഉടനെ അഭിനയിക്കണമെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഞാനും ആഗ്രഹിക്കും. അത് ഭഗവാൻ തന്നെ. ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്തിരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ. സമയം അവസാനിക്കണമെങ്കിൽ അതായാലും പോരെ. എൻ്റെ ജന്മം നൽകിയ പാരൻസ് എന്നെ വിട്ടുപോയി വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ഒരു 65 വയസ്സായ ഒരു കുഞ്ഞിന് റീബർത്ത് നൽകി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഒരു റീ എൻട്രി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. മലയാള സിനിമാ ലോകത്തു നിന്നും മറ്റൊരു വിയോഗ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ഇന്ന് നാം കേട്ടത്. വാഹനാപകടത്തെ തുടർന്ന് പ്രിയ കലാകാരൻ സന്തോഷ് കെ നായർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴും അദ്ദേഹം അവസാനമായി അഭിനയിച്ച ഭരതനാട്യം 2 മോഹിനിയാട്ടം തിയേറ്ററിൽ തകർത്തോടുകയായിരുന്നു. തൻ്റെ സിനിമാ കരിയറിലെ മറ്റൊരു വേഷപ്പകർച്ചയിലേക്ക് മാറാൻ തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിത മരണം എത്തുന്നത്. 1982 പുറത്തുവന്ന ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ സന്തോഷ് തുടർന്ന് ഇവിടെ തുടങ്ങുന്ന 20-ാം നൂറ്റാണ്ട്, വിഷ്ണുലോകം, ലയൺ, കമ്മത്താൻ കമ്മത്ത്, റൺവേ, കൊച്ചി രാജാവ്, കാര്യസ്ഥൻ, ആറാട്ട്, കസിൻസ്, സൗണ്ട് തോമ, മായാമോഹിനി, വെനീസിലെ വ്യാപാരി, IG, പോക്കിരാജ, ചെസ്, അലിബായ് തുടങ്ങി 100ഓളം ചിത്രങ്ങളിൽ വില്ലനായും നായകൻ്റെ കൂട്ടുകാരനായും തിളങ്ങി. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു പ്രായം. നമസ്കാരം. കമ്മത്തന്മാർ ഇവിടെയും കട തുടങ്ങിയത് നന്നായി. തിരുവനന്തപുരത്ത് നിങ്ങോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം തന്റെ ദോശയുടെ രുചി ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്തിരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ. സമയം അവസാനിക്കണമെങ്കിൽ അതായാലും പോരെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാലും ഇപ്പം എന്താ പ്രശ്നം? കുറച്ച് ക്രേസി ആണല്ലേ? ക്രേസി അല്ല, കാരണം നോ എന്നൊരു കാര്യം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സാധനം ഒരാൾ വന്നൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ നോ എന്ന് പറയാറില്ല.